ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന വിദ്യാർത്ഥി കൂട്ടായ്മയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കാസർഗോഡ് പിലിക്കോട് GHSലെ 1994-95 SSLC ബാച്ച് കൂട്ടായ്മയായ ചങ്ങാത്തമാണ് വ്യത്യസ്തമായ ഒത്തുചേരലുകളിലൂടെ സാന്ത്വന പരിചരണത്തിലും സാമൂഹിക സാംസ്കാരിക രംഗത്തും പ്രസക്തമായ പേരായി മുന്നേറുന്നത്. സൗഹൃദത്തിൻ്റെ കേവലം ഒരു കൂട്ടായ്മയായി മാത്രം നിലനിൽക്കാൻ കാസർകോട്ടെ പീലിക്കോട് GHSലെ 94-95 ബാച്ചിലെ 10ാം തരം വിദ്യാർത്ഥി കൂട്ടായ്മ ചങ്ങാത്തത്തിന് കഴിഞ്ഞില്ല. അത് എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയായി പല കാലത്തും നാടിനെ ചേർത്ത് പിടിക്കാൻ ഒപ്പം നിന്നു. സങ്കടങ്ങളിലും ദുരിതങ്ങളിലും പെടുന്ന മനുഷ്യരെ സഹായിക്കാൻ കൂട്ടായി. ഒരു വർഷത്തെ ആഘോഷ പരിപാടികളുടെ വിളംബരമെന്നോണം സംഘടിപ്പിച്ച ചക്കയും കൂയും ജനപങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായി. സഹപാഠികളെ വീടുകളിൽ നിന്ന് ശേഖരിച്ച 45ഓളം ചക്കകൾ ഉപയോഗിച്ചാണ് തനത് ശൈലിയിലുള്ള വിഭവം തയ്യാറാക്കിയത്. നമ്മുടെ ഈ കൂട്ടായ്മ തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ അതേ ഒരു ഊർജ്ജസ്വലതയോടെ അതേ ഒരു ആവേശത്തോടെ 10 വർഷങ്ങൾക്ക് ഇപ്പുറവും ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഓരോ വർഷവും 2, 3 അതിലധികം പരിപാടികൾ, അതും ഒരുപാട് ആൾക്കാരുടെ പങ്കാളിത്തത്തോടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളുമായും ബാച്ചിനകത്തും പുറത്തുമായി പ്രളയകാലത്തും മറ്റുമൊക്കെ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഇന്നലെ സംഘടിപ്പിച്ച ഒരു ചക്കയും കോഴിയും എന്ന ഒരു പരിപാടി വൻ വിജയമായിരുന്നു. കൂട്ടായ്മയിലെ സഹപാഠികൾക്കെല്ലാം ചങ്ങാത്തം വിഭവങ്ങൾ ഒരുക്കി. ചക്കയും കോഴിയും പുതിന ചമ്മന്തിയും ഉൾപ്പെടുത്തിയ 500ഓളം പൊതികളാണ് വിതരണം ചെയ്തത്. തങ്ങളുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികൾ നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്നതും ഈ വേറിട്ട ഉദ്യമത്തിന് പിന്നിലുണ്ട്. സേവന രംഗത്ത് ചങ്ങാത്തം ഇതിനോടകം ലക്ഷക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നാട്ടിലും പരിസരങ്ങളിലും നടത്തിയിട്ടുള്ളത്. കോവിഡ് മഹാമാരിയുടെ കാലത്തും പ്രളയക്കെടുതിയിലും വയനാട് ദുരന്തത്തിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മ കാഴ്ചവെച്ചത്. ഡിസംബർ മാസത്തിൽ വിപുലമായ രീതിയിൽ 2ാമത് കുടുംബസംഗമം കൂടി നടത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമാകും. ന്യൂസ് മലയാളം, കാസർഗോഡ്.